പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകർ കോടതിയിലേക്ക് പോവുകയാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നീക്കം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടും. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിവിട്ടോ എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. കുറ്റക്കാരായി കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ ഏത് ദൃശ്യങ്ങൾ, എവിടത്തെ ദൃശ്യങ്ങൾ എടുത്താലും കണ്ണ് നനയിക്കുന്ന ഇതുപോലെയാണ് നമുക്ക് തോന്നിയത്. അത്രത്തോളം നഷ്ടം ആ മത്സ്യകർഷകർക്കുണ്ടായിരുന്നു. മീനുകൾ ചത്തുപൊങ്ങിയ ആ ദൃശ്യങ്ങൾ. അവർ ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നു എന്നറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മത്സ്യകർഷകർ കോടതിയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നീക്കം. ഓരോ കർഷകനും വലിയ നഷ്ടമാണ് ഉണ്ടായത്. 6 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായ കർഷകന്റെയൊക്കെ വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ കർഷകർ കോടതിയിലേക്ക് നീങ്ങുകയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഏറ്റവും പുതിയ വാർത്ത എന്താണ്? മത്സ്യകർഷകർ കോടതിയിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ വലുതാണ്. ഇവിടെ ഈ പരിസരത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ഈ കൃഷി ചെയ്യുന്ന കർഷകർ, മത്സ്യകർഷകർ, കൂട് കർഷകർ, ഇവരെ സമ്പൂർണ്ണമായും തന്നെ അവർ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി ഈ അവർ പറയുന്നതനുസരിച്ച് പുഴയിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാനോ സാധിക്കാത്ത രീതിയിലേക്ക് അത്രമേൽ രാസമാലിന്യങ്ങൾ കലർന്നിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവനായിട്ട് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിലാണ് അവർ ഇപ്പോൾ കോടതിയെ സമീപിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത്. നമുക്കൊപ്പം മത്സ്യ കർഷകർ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം? എങ്ങനെയാണ് നമ്മൾ കോടതിയിൽ പോകാൻ തന്നെ തീരുമാനിക്കുന്നത്? ഇതിന് ആരാണോ ഇതിന്റെ ഉത്തരവാദി അവർക്കെതിരെ ന്യായമായ നടപടി സ്വീകരിക്കണം. ന്യായമായ നടപടി സ്വീകരിച്ച് ന്യായമായ നഷ്ടപരിഹാരം ഓരോ മത്സ്യകർഷകനും കിട്ടിയാലേ നമുക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഈ കാലത്തൊന്നും ഇവിടെ ഒരു കൃഷി ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നാണ് ഈ വെള്ളം നന്നായി മാറി വരിക എന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഇതെല്ലാം ചീഞ്ഞ് അടിയുന്ന താഴേക്ക് തന്നെ പോവുക. പുഴ മുഴുവൻ മലിനീകരിച്ചു. ഒരു പൊടി മീൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി. ഏറ്റവും കൂടുതൽ നഷ്ടം ബാധിച്ചേക്കുന്ന ഈ കൂട് കൃഷിയിലുള്ള എല്ലാവർക്കും പിടിക്കാറായ മീനുകളാണ്. 1.5 കിലോ 2 കിലോ മേലെയുള്ള കാളാഞ്ചികളാണ് മുഴുവൻ നശിച്ചു പോയത്. 1500 രൂപ മേലെ വില വരും. ഒരു മീന് മാത്രം വില വരും. ഒരു വർഷത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയെടുത്ത മീനാണ് അതൊക്കെ. ഇത്രയൊക്കെ നഷ്ടം സഹിച്ചിട്ട് ഈ കർഷകന് ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടണം. ഞങ്ങൾക്കത് ആരാണെങ്കിലും ഉത്തരവാദി അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ കോടതിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. എല്ലാ മത്സ്യകർഷകരും കൂടെ. നിങ്ങൾ അത് എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്? മത്സ്യകർഷകർ ഒരുമിച്ചാണോ അതോ നമ്മളുടെ സംഘടനയായിട്ടാണ് പോകുന്നത്? സംഘടനയുടെ പേരിൽ നമ്മൾ പരാതി കൊടുത്ത് നമുക്ക് ഇതിന്റെ ന്യായമായ നഷ്ടപരിഹാരം നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ മുമ്പോട്ട് പോകും. ഇത്രമാത്രം നിങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ കൃഷി ചെയ്യുന്നവരാണല്ലോ. ഇനിയിപ്പോ അടുത്തെങ്ങും കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ? അതെ, ഈ വെള്ളത്തിന്റെ ഈ പോയിസന്റെ അംശം എന്താണെങ്കിലും ഈ വെള്ളത്തിൽ കിടപ്പണം. അത് ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അംശം പോകുള്ളൂ. അപ്പൊ നമുക്ക് ഈ പുറത്തുള്ള മീനുകൾ പോലും ഇല്ല. ഇപ്പൊ നമ്മൾ എന്തോരം കുഞ്ഞുങ്ങളിട്ട് വളർത്താൻ ശ്രമിച്ചാലും ഈ മഴക്കാലം അതുകൊണ്ട് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും. അപ്പൊ ഈ വെള്ളത്തിന്റെ അംശം നല്ല രീതിയിൽ മാറിയാൽ മാത്രം നമുക്ക് ഇനി കുഞ്ഞുങ്ങളിടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഈ സീസൺ ഈ കൊല്ലം അങ്ങോട്ട് പോകണേണ്. ഈ കൊല്ലത്തിൽ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളിട്ട് നമുക്ക് ഡിസംബറിന് മുമ്പ് പിടിച്ച് കൊടുക്കാൻ പറ്റില്ല. ഡിസംബറിലാണ് നമ്മുടെ സീസൺ, നോർമൽ സീസൺ. ഈസ്റ്റർ അങ്ങനെ പ്രമാണിച്ച്, ഈ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചുള്ള സീസണാണ്. അപ്പൊ അത് ഇനി ഇട്ടാൽ തന്നെ വളരാൻ സാധ്യതയില്ല. അടുത്ത മഴക്കാലം ആകുമ്പോൾ മുമ്പ് വളർന്ന് കിട്ടൂല. അപ്പൊ എന്ത് ചെയ്താലും നമുക്ക് ഈ കൊല്ലം നമ്മളുടെ നഷ്ടപ്പെട്ടേക്കാണ്. അപ്പൊ അതിനുള്ള ഇതിനായിട്ട് നമ്മൾ കോടതിയിൽ പോയി അതിനുള്ള നഷ്ടപരിഹാരം മേടിച്ചെടുക്കുക തന്നെ. വേറെ ലക്ഷ്യങ്ങളില്ല ഞങ്ങൾക്ക്. ഉപജീവന മാർഗം നമുക്ക് ഇല്ല. ഇത് തന്നെയാണ്. വേറെ ഉപജീവന മാർഗമൊന്നും ഇല്ല നമുക്ക്. ഇത് തന്നെയാണ് വെച്ചാൽ ഇനിയിപ്പോ പുഴയിൽ മീനില്ല. ചീനവല വലിച്ചാലോ ഈ പറഞ്ഞ നീട്ടുവല വിട്ടാലോ ചൂണ്ടിട്ടാലോ ഈ പറഞ്ഞ ഒരു മീനും കിട്ടാൻ പോണില്ല. ഇനി കടലിൽ പോകാൻ നമുക്ക് അറിയാനും പോലെ കടലിൽ പോകണ ലൈസൻസ് നമ്മുടെ അടുത്തില്ല. കാലത്തിൽ ഇതുപോലെ ഇത്ര കണ്ട് ഉള്ള ഒരു ദുരിതം ഇത് ആദ്യമാണോ? ഇത് ആദ്യമല്ല. ഇതിക്ക് മുന്നേയും ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാര്യമായിട്ടുള്ള ചെറിയ രീതിയിൽ പോന്നിരുന്നു. എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നതാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് സുനാമി വരുന്ന മാതിരിയാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. സുനാമി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 2018 വെള്ളപ്പൊക്കത്തേലും നഷ്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രയും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടു. ഇപ്പൊ ഓരോ മീനുകൾ ഇപ്പൊ ഞങ്ങളിപ്പോ ഓരോരുത്തരും എല്ലാവരും കടം മേടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ നിന്ന് ഇപ്പോ ഇനി എങ്ങനെ കരകയറും എന്നുള്ളതാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത്. എല്ലാ കർഷകരും ചിന്തിക്കുന്നത് അതാണ്. കാരണം വ്യവസായങ്ങളുടെ രാസമാലിന്യം തന്നെയാണോ കൂടുതൽ? തീർച്ചയായിട്ടും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അവിടെ ഡാം കെട്ടിയിരുന്ന ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോൾ അവിടെ നിന്ന് കെട്ടിയിരിക്കുന്ന ബണ്ട്
ബണ്ടിൽ നിന്ന് വെള്ളം വിട്ട് കഴിയുമ്പോഴേക്കും ഇത് തന്നെ സംഭവിക്കുന്നത്. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. എന്നാൽ ഇതിക്ക് മുന്നേ കുറേശ്ശെ വന്നുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നത് തന്നെ ഞങ്ങളെ വളരെയേറെ തളർത്തി കളഞ്ഞിരിക്കുന്നു. വ്യവസായ മന്ത്രിയുടെ ഒരു ജില്ല കൂടിയാണിത്. ഇദ്ദേഹത്തിന്റെയൊക്കെ ഒരു ഇടപെടൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് തന്നെയല്ലേ? ഉറപ്പായിട്ടും അവർക്ക് വന്ന് കണ്ട് ഇതിന്റെ ന്യായമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവരുടെ ഒരു വ്യവസായ മന്ത്രിയുടെ ഏറ്റവും അടുത്ത പ്രദേശമാണിത്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അവരുടെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇതിന് ആരാണോ ഇതിന്റെ നിയമപരമായ നടപടി ഉത്തരവാദി, അതിന് നിയമപരമായ നടപടി സ്വീകരിക്കണം. ഈ ഏത് കമ്പനിയാണോ അത് അടച്ചുപൂട്ടുക തന്നെ വേണം. ഇനി മേലാൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവരുത്. ഈ പുഴ മുഴുവൻ നശിപ്പിച്ചേക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മത്സ്യകർഷകരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒരാൾക്കും ഇനി അന്നൊരു രൂപ പോലും പിടിച്ചെടുത്ത് ജീവിക്കാൻ പറ്റൂല. ജീവിതമാർഗം പോയി. ഈ രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ. മുഴുവനായിട്ട് തന്നെ അവർ ജീവിതമാർഗം തകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കാൻ ഇവർ ഒരുങ്ങുന്നത്. ശരി ഡാനി, വ്യക്തമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് എത്രത്തോളം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഒരു ജീവിതമാർഗം തന്നെ വഴിമുട്ടിപ്പോയ അവസ്ഥയാണുള്ളത്. ഡാനി പോളാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.